ഏകദേശം 2400 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു ഫിലോസഫർ അദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യുന്ന ദിവസം അന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവരുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭൂമി ഒരു പരന്ന വസ്തുവല്ല, അതൊരു ഉരുണ്ട അല്ലെങ്കിൽ ഒരു സ്പെറിക്കലായിട്ടുള്ള ഒരു വസ്തുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, ഇതെന്താണ് ഈ പറയുന്നത്? നമ്മൾ നോക്കുമ്പോൾ ഭൂമി പരന്ന ഒരു വസ്തുവാണല്ലോ, ഇതിന് ഉരുളിമയൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന് വളമൊന്നും കാണുന്നില്ലല്ലോ, ഇതെങ്ങനെയാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പം ഇദ്ദേഹം പറയുന്നു, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ എൻ്റെ കുറച്ച് നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നിരീക്ഷിച്ച കുറച്ച് കാര്യങ്ങളെ ഇവരുടെ മുന്നിലേക്ക് വെക്കുന്നു. അദ്ദേഹം നിരീക്ഷിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്ന സമയത്ത് ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയ്ക്ക് വരുന്നൊരു അവസ്ഥയാണിത്. അപ്പോൾ ഈ സമയത്ത് സൂര്യപ്രകാശത്താൽ ഭൂമി ചന്ദ്രനിലുണ്ടാക്കുന്ന ഒരു നിഴലുണ്ട്. അപ്പോൾ ഈ നിഴൽ എപ്പോഴും ഒരു വട്ടത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാണപ്പെട്ടു എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ. ഒരു വട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഭാഗമായിട്ട് കാണപ്പെട്ടു എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ. അപ്പോൾ ഈ സമയത്ത് ലൂണാർ എക്ലിപ്സ് അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം തന്നെ എപ്പോഴും മൂവ് ചെയ്യുന്ന വസ്തുക്കളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിലേറ്റീവ് പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ചിന്തിച്ചത് ഭൂമിയുടെ ഷേപ്പ് എന്തായാലായിരിക്കും സൂര്യൻ എങ്ങനെയൊക്കെ മൂവ് ചെയ്താലും ചന്ദ്രനിൽ ഉണ്ടാക്കുന്ന ഭൂമിയുടെ നിഴൽ ഒരു വട്ടത്തിൻ്റെ ഭാഗമായിട്ട് കാണുക എന്ന് അദ്ദേഹം ചിന്തിച്ചു നോക്കി. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതിൽ നിന്ന് എത്താൻ പറ്റിയ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഷേപ്പ് ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ ഷേപ്പ് ആയാൽ മാത്രമേ ഈ സൂര്യൻ എങ്ങനെയൊക്കെ മാറിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഭൂമിയുടെയും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും എല്ലാം റിലേറ്റീവ് പൊസിഷൻസ് മാറിക്കഴിഞ്ഞാലും ഇത് ചന്ദ്രനിൽ ഉണ്ടാക്കുന്ന ഷാഡോ വട്ടത്തിലിരിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് സ്വാഭാവികമായിട്ടും അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു ഭൂമി ഒരു സ്ഫിയർ ആണ് അല്ലെങ്കിൽ ഒരു ബോൾ ഷേപ്പുള്ള ഒരു വസ്തുവാണെന്ന് കൺക്ലൂഡ് ചെയ്തു. ഇത് അദ്ദേഹം ഇവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ഇത് കേട്ടിട്ടും ഇത് വിശ്വസിക്കാൻ റെഡിയായില്ല. ഇദ്ദേഹത്തിനടുത്ത് ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നീ പറയുന്നു ഭൂമി ഉരുണ്ടതാണ് എന്ന്, എന്നാൽ ഈ കാണുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നത് ഭൂമി പരന്നതാണ് എന്നാണ്. അപ്പോൾ നീ മാത്രമാണോ മണ്ടൻ, അതോ ഈ കാണുന്ന ജനങ്ങളെല്ലാവരും തന്നെ മണ്ടന്മാരാണോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ലോജിക്കൽ ഫാലസീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സീരീസിലെ രണ്ടാമത്തെ ലോജിക്കൽ ഫാലസിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ലോജിക്കൽ ഫാലസിയുടെ പേര് ദി ബാൻഡ് വാഗൺ ഫാലസി അഥവാ അപ്പീൽ ടു ദ മാസസ് എന്നുള്ളതാണ്. ഇതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് കുറച്ച് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ട് ഒരാൾ ലോജിക്കൽ ഫാലസീസ് എന്താണ് എന്നറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇത് അറിഞ്ഞിരിക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്നൊക്കെയുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ ചെയ്തില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ അത് മിസ്സായിപ്പോയി എന്ന് എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കിത് കറക്റ്റായിട്ട് തോന്നി. ഞാൻ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാൻ ആക്ച്വലി വിട്ടുപോയി. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരാൾ ഇതൊക്കെ മനസ്സിലാക്കണം, ലോജിക്കൽ ഫാലസീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം എന്നുള്ളതിൻ്റെ എൻ്റെ ഒരു വേർഷൻ ഞാൻ ഈ വീഡിയോയുടെ അവസാനം വെക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ അവസാനം കാണാൻ എന്തായാലും മറക്കണ്ട. അപ്പോൾ ബാക്ക് ടു ദ മെയിൻ ടോപ്പിക്, എന്താണ് ബാൻഡ് വാഗൺ ഫാലസി? ബാൻഡ് വാഗൺ ഫാലസി അഥവാ അപ്പീൽ ടു ദ മാസസ് എന്ന് പറഞ്ഞാൽ ഈ എക്സാമ്പിൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റോറിയിൽ നിന്ന് ലോകം കണ്ട ഏറ്റവും മഹാനായ, ഏറ്റവും ബുദ്ധിമാനായ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഫിലോസഫറായിരുന്നു അദ്ദേഹം ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയാൻ മുന്നോട്ട് വെച്ച തെളിവുകൾ ഉൾപ്പെടെയുള്ള ആർഗ്യുമെൻറ്റ്സ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നിഷ്കരണം തള്ളിക്കളയാണ് ചെയ്തത്. അവരതിനെ മുഖവിലക്കെടുത്തില്ല. അവരത് തെറ്റാണ് എന്ന് പറയാൻ യൂസ് ചെയ്ത ഒരേ ഒരു ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ഒരേ ഒരു എവിഡൻസ് എന്നുള്ള നിലയ്ക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള മെജോറിറ്റി ആളുകളും അല്ലെങ്കിൽ ഈ കാണുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെല്ലാം തന്നെ വിശ്വസിക്കുന്നത് ഭൂമി പരന്നതാണ് എന്നുള്ളതാണ്. ഇതൊരു ലോജിക്കൽ ഫാലസിയാണ്, അഥവാ ഇതൊരു ബാൻഡ് വാഗൺ ഫാലസിയാണ്. ഈ ലോകത്തുള്ള 99.99% ആളുകളും ഒരു കാര്യമാണ് വിശ്വസിക്കുന്നത് എന്ന് വിചാരിക്കുക. പക്ഷേ അങ്ങനെ ഇവരെല്ലാവരും അത് വിശ്വസിച്ചതുകൊണ്ട് മാത്രം ആ കാര്യം ശരിയാകുന്നില്ല എന്നുള്ളതാണ് സത്യം. 99.99% ആളുകൾ ഒരു കാര്യം വിശ്വസിച്ചാലും ആ കാര്യം തെറ്റാകാനുള്ള ചാൻസും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഇത്രയും അധികം ആളുകൾ വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ ഒരു കാര്യം ശരിയാണെന്ന് പറയുന്നതും ഒന്നും തന്നെ ആ കാര്യം ശരിയാണ് എന്നുള്ളതിനുള്ള തെളിവല്ല. തെളിവെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് ആളുകളുടെ ഒപ്പീനിയനെയോ അല്ലെങ്കിൽ ആളുകളുടെ ബയാസുകളെയോ ആളുകളുടെ ബിലീഫുകളെയോ ഒന്നും തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമല്ല. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബാൻഡ് വാഗൺ ഫാലസി എന്നുള്ള പേരിൻ്റെ കാര്യം തന്നെ എല്ലാവരും കയറുന്ന വാഗണിൽ കയറി പോവുക അല്ലെങ്കിൽ എല്ലാവരും കയറുന്ന ബസ്സിൽ കയറി പോവുക,
എല്ലാവരുടെയും ഒപ്പീനിയൻ്റെ കൂടെ പോവുക, ഒഴുക്കിനൊപ്പം നീന്തുക തുടങ്ങിയ ആശയങ്ങളൊക്കെയാണ് ഈ ഒരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് നമ്മളെല്ലാവരും തന്നെ ജീവിതത്തിൽ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ മിക്കവാറും തന്നെ കമ്മിറ്റ് ചെയ്യുന്ന ഒരു ഫാലസിയാണ് ഈ ബാൻഡ് വാഗൺ ഫാലസി എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ആളുകളുമായിട്ടുള്ള ഹീറ്റഡ് ഡിബേറ്റുകളിൽ നിന്നൊക്കെ ഈസി ആയിട്ട് തടി തപ്പാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തുള്ള എല്ലാവരും ഇതാണല്ലോ വിശ്വസിക്കുന്നത്, പിന്നെ നിനക്ക് എന്താണ് ഇത് വിശ്വസിച്ചാൽ നീ പറയുന്നത് തെറ്റാണ്, കാരണം ബാക്കി എല്ലാവരും വേറൊരു രീതിയിലാണ് വിശ്വസിക്കുന്നത് എന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട്, നമ്മൾ തന്നെ യൂസ് ചെയ്യാറുണ്ട്, ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാം കോമൺ ആയിട്ട് കേൾക്കുന്ന ഈ കാര്യം ഒരു ഫാലസിയാണ്. നിങ്ങൾ എത്ര പേര് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും അത് തിരിച്ചറിഞ്ഞോളൂ, ഇത് ഒരു ആർഗ്യുമെൻ്റേ അല്ല, ഇതൊരു ലോജിക്കൽ ഫാലസിയാണ്. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഈ ഒരു ലോജിക്കൽ ഫാലസി കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. ബാൻഡ് വാഗൺ ഫാലസി എന്ന് പറയുന്ന ലോജിക്കൽ ഫാലസി കമ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക്, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഹ്യൂമൻ ബീയിങ്സ് നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരാൾ എല്ലാവരും എടുക്കുന്ന ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൂടുതൽ ആയിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ഒരു ചിന്തിക്കേണ്ട കാര്യമോ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യേണ്ട കാര്യമോ ഒന്നും തന്നെയില്ല. അതായത് അതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. എല്ലാവരും എടുക്കുന്ന പൊസിഷൻ എടുക്കുക, കൂടുതൽ വർക്കൊന്നും ചെയ്യാതിരിക്കുക. ഇതാണ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ വിചാരിക്കുന്നത്, ഇതൊരു സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. എല്ലാവരും എടുക്കുന്ന ഒപ്പീനിയൻ എടുക്കുക അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ശരിയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിവാർഡും നമ്മൾ ചിന്തിക്കുന്ന കാര്യം തെറ്റാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബാക്ക്ലാഷും എല്ലാം തന്നെ ഷെയർ ചെയ്ത് പോവും എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് മാത്രമായിരിക്കില്ല, ഈ ഒപ്പീനിയൻ എടുക്കുന്ന എല്ലാവർക്കും തന്നെ അല്ലെങ്കിൽ ഈ രീതിയിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും തന്നെ ഇത് ഒരേപോലെ എംബാരാസിങ് ആയിരിക്കും അല്ലെങ്കിൽ ഒരേപോലെ റിവാർഡിങ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഫീലിങ്ങോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയണ്ടേ ഒരു ഈഗോ ഹേർട്ടാവുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ ഒരു എംബാരസ്മെൻറ്റോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. പിന്നെ ഇതൊന്നും അല്ലാതെ തന്നെ നമ്മൾ സബ് കോൺഷ്യസ്ലി നമുക്കൊരു ടെൻഡൻസി ഉണ്ട് ബാക്കിയുള്ളവർ എടുക്കുന്ന ഒരു തീരുമാനം എടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ അത് എടുക്കണം എന്നുള്ള ഒരു ടെൻഡൻസി നമുക്ക് സബ് കോൺഷ്യസ്ലി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടെൻഡൻസിക്കെതിരെ പോവാതെ, ഇൻറ്റേർണൽ സ്ട്രഗിളിലൂടെ ഒന്നും പോവാതെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു പൊസിഷനാണ് ഇത് എന്നുള്ള മറ്റൊരു അഡ്വാൻറ്റേജും കൂടെയുണ്ട്. പക്ഷേ ഈ അഡ്വാൻറ്റേജുകളൊക്കെ ഇരിക്കെ തന്നെ, അല്ലെങ്കിൽ ഈ അഡ്വാൻറ്റേജുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതെല്ലാം തന്നെ വരുന്നത് ഓൾ ദീസ് തിങ്സ് കം അറ്റ് എ കോസ്റ്റ്. നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള ഫാലസികൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യത്തിൻ്റെ ട്രൂത്ത് വാല്യൂവിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കാര്യം എത്രത്തോളം ശരിയാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ നിന്ന്, അതിൻ്റെ റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ കൂടുതൽ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ തെറ്റായിട്ടുള്ള കൺക്ലൂഷൻസ് അല്ലെങ്കിൽ കൂടുതൽ തെറ്റായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ഒക്കെ എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതെപ്പോഴും നമ്മളെ ചിലപ്പോൾ ഹിറ്റ് ചെയ്യണം എന്നില്ല. അതായത് നമുക്ക് എപ്പോഴും ഇതിൻ്റെ ബാക്ക്ലാഷുകൾ കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അറ്റ് സം പോയിൻറ്റ് നമുക്കിതുകൊണ്ട് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാകാൻ ഉള്ള ചാൻസും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബാൻഡ് വാഗൺ ഫാലസി എന്ന് പറയുന്ന ഫാലസി നമ്മൾ കമ്മിറ്റ് ചെയ്യാതിരിക്കുക. ഇത് കമ്മിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, അവരെ കാണുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവരെ തിരുത്താൻ പറ്റുമെങ്കിൽ, അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ തമ്മിലുള്ളതെങ്കിൽ അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അപ്പോൾ എന്തുകൊണ്ട് ഒരാൾ ഫാലസീസ് എന്താണ് എന്നറിഞ്ഞിരിക്കണം എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ബേസിക്കലി ഇവിടെ പറയാൻ പോകുന്നത്. ഞാൻ ഇനി ലോജിക്കൽ ഫാലസീസ് എന്തുകൊണ്ട് ഒരാൾ അറിഞ്ഞിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഈ ലോകത്തുള്ള മെജോറിറ്റി ആളുകളും ഇതൊന്നും അറിഞ്ഞിരിക്കാതെ സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ്. പക്ഷേ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊന്നുകൂടെ ഞാൻ റീട്രേറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരു കാര്യത്തെ അനലൈസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ന്യൂസിനെ നമ്മൾ ശരിയാണോ തെറ്റാണോ, വിശ്വസിക്കണ്ടയോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴും, ഒരു ആർഗ്യുമെൻറ്റിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് ലോജിക്കൽ ഫാലസീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നതും അത് കമ്മിറ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതും, വേറെ ആരെങ്കിലും കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്പോട്ട് ചെയ്യാൻ കഴിയുന്നതും ഒക്കെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. പിന്നെ ഉള്ളത്, നമുക്കൊരു കാര്യത്തെ വിശ്വസിക്കണോ വേണ്ടയോ, ഒരു കാര്യത്തെ നമ്മളുടെ ജീവിതത്തിലേക്ക് എടുക്കണോ വേണ്ടയോ തുടങ്ങിയ ചില ക്രൂഷ്യലായിട്ടുള്ള ഡിസിഷൻസിൻ്റെ സമയത്തും നമുക്ക് ലോജിക്കൽ ഫാലസീസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെയധികം അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അല്ലാതെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല ഇതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളോ അങ്ങനെയൊന്നുമില്ല.